സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി കൊല്ലം ഒരുങ്ങി. കലാമേളയ്ക്ക് ഭക്ഷണമൊരുക്കുന്ന പഴയിടം മോഹനൻ നമ്പൂതിരി ഭക്ഷണശാലയിലെത്തി ക്രമീകരണങ്ങൾ വിലയിരുത്തി. നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രേവൻ LMS ഹൈസ്കൂളിൽ 25,000 ചതുരശ്രടി വിസ്തീർണത്തിലാണ് ഭക്ഷണശാല തയ്യാറാക്കുന്നത്. ഒരേ സമയം 2,200-ലധികം പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ഒരു ദിവസം 45,000 പേർക്കാണ് ഭക്ഷണം ഒരുക്കേണ്ടി വരിക. പാചകസംഘത്തിൽ 400ഓളം പേർ ഉണ്ടാകും. മികച്ച രീതിയിൽ തന്നെ ഭക്ഷണം വിതരണം ചെയ്യാൻ സാധിക്കുമെന്ന് ക്രമീകരണങ്ങളിൽ സംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് പഴയിടം പറഞ്ഞു. ഏതാണ്ട് ഒരു ദിവസം ഒരു നേരം 15,000-ഓളം 20,000-നും ഇടയ്ക്ക് ആൾക്കാർ ഒരു നേരം കഴിക്കാനുണ്ടാവും. എന്തായാലും ഒരു ദിവസം 40,000 പേർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ മിനിമം ഭക്ഷണം കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു സംവിധാനവും സജ്ജീകരണങ്ങളും എല്ലാം ഏതാണ്ടൊക്കെ ഏറെക്കുറെ പൂർത്തിയായി വരുന്നുണ്ട്. അതനുസരിച്ച് ഞങ്ങളും നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കടക്കുകയാണ്. 5 ദിവസവും വ്യത്യസ്ത ഇനം പായസമാണ് നൽകുന്നത്. ഇതോടൊപ്പം പഴയിടത്തിന്റെ ചില സ്പെഷ്യൽ ഇനങ്ങളും ഉണ്ടാകും. രാവിലത്തെ 7 മണി മുതൽ 9 വരെ പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് 11:30 മുതൽ 2:30 വരെ ഉച്ചഭക്ഷണം. അത് പറഞ്ഞത് ആദ്യത്തെ ദിവസം പാലടപ്രഥമനോടുകൂടിയായിരിക്കും തുടങ്ങുന്നത്. വ്യത്യസ്തങ്ങളായ 5 പായസമാണ് 5 ദിവസവും വിതരണം ചെയ്യുന്നത്. 2:30-ക്ക് ഊണ് കഴിഞ്ഞാൽ 4:30 മുതൽ 5:30 വരെ ചായയുടെ സമയമാണ്. അത് ഒരു കടി, ഉഴുന്നുവട, അതുപോലെ ഏത്തയ്ക്കപ്പം, ബജി തുടങ്ങിയ ഇനങ്ങൾ മാറി മാറി എല്ലാ ദിവസവും ചായക്കുണ്ടാവും. രാത്രി ഭക്ഷണം ഉച്ചയ്ക്കുള്ള പായസം ഒഴിവാക്കി, എന്നാൽ 1-2 കറികളുടെ രാത്രിയിലേക്ക് പുതുതായി വെച്ചുകൊണ്ട് ഭംഗിയായിട്ട് നടത്താനാണ് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെയും ഭക്ഷണ കമ്മിറ്റിയുടെയും ഒക്കെ ഒരു തീരുമാനം. ഭക്ഷണ വിതരണ ഹാളും പാചകപ്പുരയും CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിലായിരിക്കും. യൂണിഫോമിട്ട പോലീസുകാർ ഒഴികെയുള്ളവർക്ക് കൂപ്പൺ നിർബന്ധമാണ്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.